നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ഫയലുകൾ ഉണ്ടാകും. നമ്മൾ കാണാത്തതും കണ്ടതുമായിട്ടുള്ള ഒരുപാട് ഫയലുകളുണ്ട്. അത് നമുക്കറിയാൻ സാധിക്കും. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലൊക്കെ നമ്മുടെ ഫയൽ മാനേജറിൽ നമ്മൾ അറിയാത്ത ഒരുപാട് ഫയലുകൾ കിടപ്പുണ്ട്. ഇപ്പം ജങ്ക് ഫയലുകളൊക്കെ അതിൽപ്പെട്ടതാണ്. നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കില്ല അത്തരം ഫയലുകൾ. ഏതെങ്കിലും ഫയൽ മാനേജർ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വലിയ വീഡിയോകൾ, ചെറിയ വീഡിയോകൾ, നമ്മൾ കാണാത്ത ഫോട്ടോകൾ, അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്ത ചില ആളുകളൊക്കെ ചില ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും കുറേ മാസങ്ങൾക്ക് മുമ്പൊക്കെ. പക്ഷേ ആ ഒരു ആപ്ലിക്കേഷൻ ഒരു തവണ പോലും ഉപയോഗിച്ചിട്ടുണ്ടാകില്ല. അത്തരം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ കാര്യമായി പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഒരു ക്ലീൻ ചെയ്ത് തരും. അതായത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഓരോ ഫയലുകളും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് നമുക്കറിയാൻ സാധിക്കും. നമുക്ക് ഓരോ ഫയൽ മാനേജറിൻ്റെ ഫോൾഡറിനകത്തുള്ള ഫോൾഡറുകൾ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഓരോ ഫയലുകൾ നമ്മൾ കണ്ടെത്തണം. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാ ഫയലും മുന്നിലേക്ക് കൊണ്ടുവന്ന് തരും. അപ്പോൾ ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് പരമായ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വെക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. താഴെ കാണുന്ന ഭാഗത്ത് എനേബിൾ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. തുറന്നു വരുന്ന ഭാഗത്ത് പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ. ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ 94.7% യൂസ്ഡ് ആണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോൺ അത്രയും സ്റ്റോറേജ് അത് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. ഇപ്പം കാണാൻ സാധിക്കും താഴെ കാണുന്ന ഭാഗത്ത് ജങ്ക് ക്ലീൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇവിടെ ഓരോ എത്ര MB ആണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും. 600, 700, 800, 900, 1.26, 1 GB മുകളിലുള്ള ജങ്ക് ഫയലുകൾ ക്ലീൻ ആയിട്ടുണ്ട് കാണാൻ സാധിക്കും. ഓരോന്നും സ്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ജങ്ക് ഫയലുകൾ, നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ആവശ്യമില്ലാത്ത ഒരുപാട് ജങ്ക് ഫയലുകൾ ഉണ്ടാകും. അതെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്ത് തരും. ഇപ്പം കാണാൻ സാധിക്കും നമ്മളെ മൊബൈൽ ഫോണിൽ നമുക്ക് ആവശ്യമില്ലാത്ത അതല്ലെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് തീർന്ന ചില ആപ്ലിക്കേഷൻസുകളും ചില ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്ര GB അല്ലെങ്കിൽ എത്ര MB ആണ് ക്ലീൻ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വേണ്ടാത്ത ഫയലുകളൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്യുക. ഇതുപോലെ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഫയലുകളാണ് ഇതെല്ലാം കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഓരോന്നും ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. വേണ്ടാത്ത ഫയലുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഞാനിതെല്ലാം സെലക്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമില്ലാത്തതാണ്, നമ്മൾ ഉപയോഗിക്കാത്തതും നമുക്ക് വേണ്ടാത്ത ജങ്ക് ഫയലുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇതെല്ലാം ക്ലീൻ ചെയ്താൽ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുവിധം സ്റ്റോറേജ് നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭിക്കും കാണാൻ സാധിക്കും. ഇത്രയും ഞാനിപ്പോൾ സെലക്ട് ചെയ്തപ്പോൾ ഒരുപാട് വീഡിയോസ് ഫോട്ടോസൊക്കെ എനിക്ക് കിട്ടി. ഇനിയും ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് ഓപ്പൺ ആകാത്ത ഫയലുകളെ കാണാൻ സാധിക്കും. അതൊക്കെ നമുക്ക് ഉപയോഗമില്ലാത്ത ഫയലുകളായിരിക്കും. അത് ഡിലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫയലുകളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് സമയമെടുത്തുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തു. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും 3.64 GB എനിക്ക് ഫ്രീ ആയി ലഭിക്കും. ഇവിടെ ക്ലീൻ അപ്പ് എന്നുള്ള ആ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ അത്രയും GB എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ 94 GB കണ്ടിരുന്നു. ഇവിടെ ഇപ്പം 94% നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇപ്പോൾ 87%ത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് സ്റ്റോറേജ്. അതുപോലെ നമ്മൾ താഴെ കാണുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലാർജ് ഫയൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഉള്ള ഏറ്റവും വലിയ ഫയലുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തിൽ ഏറ്റവും വലിയ ഫയലുകൾ കാണാൻ സാധിക്കും. തുടർന്ന് രണ്ടാമതായിട്ട് അടുത്ത ഫയൽ കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് വലിയ വലിയ ഫയലുകളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് കാണാൻ സാധിക്കും. ഇതെല്ലാം നമുക്ക് ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ഫയൽ മാനേജർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഫയൽ മാനേജർ കാണാൻ സാധിക്കും. ഇതിനകത്ത് നമുക്ക് സെലക്ട് ഇതിലെ ഓരോ ഫോൾഡറുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഓർക്കുക, ഫയൽ മാനേജറിലെ ഫയലുകളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഫോട്ടോകൾ നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആയി പോകുന്നതാണ്. ഏറ്റവും അവസാന ഭാഗത്ത് നിങ്ങൾക്ക് അൺയൂസ്ഡ് ആപ്സ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പെർമിഷൻ നമ്മൾ ഓക്കെ കൊടുക്കാനുണ്ട്. അത് ഓക്കെ കൊടുക്കുക. ശേഷം നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ ഒരു യൂസേജ് ആക്സിന് വേണ്ടിയുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കണം. ആ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസേജ് ആക്സിന് വേണ്ടിയുള്ള പെർമിഷൻ കൊടുത്ത് ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻസിലേക്ക് എത്തുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് ഏതൊക്കെയെന്ന് ഇവിടെ ആദ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻസൊക്കെ ഞാൻ എത്രയോ ഒന്ന് കാണാൻ സാധിക്കും 5 ആഴ്ചക്കപ്പുറത്തേക്ക്, അതായത് 1 മാസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടില്ല. കാണാൻ സാധിക്കും അത്ര ആപ്ലിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അത് എത്ര കാലമാണ് നമ്മൾ ഉപയോഗിച്ചു, എത്ര ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ചതാണ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് വേണ്ടാത്തതാണെങ്കിൽ അവസാന ഭാഗത്ത് അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തുകൊണ്ട് പ്ലേ സ്റ്റോറിൽ നമ്മൾ ബെറ്റർ ഫയൽ ക്ലീനർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ ടൈപ്പ് ചെയ്യുക, ബെറ്റർ ഫയൽ ക്ലീനർ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ബെറ്റർ ഫയൽ ക്ലീനർ എന്ന് ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബെറ്റർ ഫയൽ ക്ലീനർ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ്, ഈ ഫയൽ ക്ലീനർ ജങ്ക് ക്ലീൻ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ വൃത്തിയാക്കിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ